എൻ്റെ പേര് ഡോക്ടർ ഡി രാജൻ. മമൽ ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗവിദഗ്ധനായി ഞാൻ ജോലി ചെയ്യുന്നു. ശ്വാസകോശ രോഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായും ആസ്മ, അലർജി, പുകവലിക്കാരിലും അതുപോലെ തന്നെ മലിനവായു ശ്വസിച്ചുകൊണ്ട് ശ്വാസതടസ്സമുണ്ടാകുന്ന COPD, അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, അതോടൊപ്പം അല്പം വണ്ണക്കൂടുതലും കൂർക്കം വലിയും രാത്രി സമയത്ത് ശരിയായ രീതിയിൽ ഉറങ്ങാൻ കഴിയാതെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുകയും വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുകയും അങ്ങനെ ആവർത്തിച്ച് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, വിവിധ തരത്തിലുള്ള ശ്വാസകോശത്തിലെ അണുബാധകൾ, ന്യൂമോണിയ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന പ്ലൂറൽ എന്ന് പറയുന്ന ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന അവയവത്തിൽ വരുന്ന ഇൻഫെക്ഷനും വെള്ളക്കെട്ടും ഇതുപോലുള്ള അസുഖങ്ങളെയാണ് ചികിത്സിക്കുന്നത്. പ്രധാനമായും നമ്മുടെ നാട്ടിലെ വായുജന്യ രോഗങ്ങൾ, അതായത് അന്തരീക്ഷ മലിനീകരണവും പുകവലിയും വീട്ടിനും പുറത്തുമുണ്ടാകുന്ന മലിനവായുവിൻ്റെ ശ്വസനവുമാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം. ഞാൻ പറഞ്ഞ പ്രധാനമായും COPD പോലുള്ള അസുഖങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയം തുമ്മലും ചുമയും ശ്വാസം മുട്ടും വരുന്നത് കുഞ്ഞുനാൾ മുതൽ വരുന്ന രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട രോഗനിർണയം ആസ്മ എന്നായിരിക്കും. അത് പാരമ്പര്യജന്യമായി ചില കുടുംബങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വരാറുണ്ട്. ഇത്തരത്തിലാണെങ്കിൽ പോലും നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ പൊടിയും പുകയും ഒരു പരിധിവരെ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ 2 ആഴ്ചയിലധികം ചുമ നിൽക്കുകയും അതോടൊപ്പം തന്നെ ചുമയും കഫവും ഉണ്ടാവുകയും ഭാരക്കുറവും രാത്രിയിലെ പനിയും രക്തം ചുമച്ചു തുപ്പുകയും ചെയ്യുന്ന തരത്തിലുള്ള TBയും ഒരു പ്രധാനപ്പെട്ട രോഗമാണ്. ഈ രോഗങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള രോഗനിർണയവും ചികിത്സയും ഇവിടെ ലഭ്യമാണ്. അലർജി, ആസ്മ, COPD, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, ന്യൂമോണിയ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, പ്ലൂറൽ ഡിസീസ് മുതലായ രോഗങ്ങളുടെ വിദഗ്ധ പരിശോധനയും രോഗനിർണയവും ചികിത്സയും ഈ ആശുപത്രിയിൽ ലഭ്യമാണ്.